ശില്പയുടെ അമ്മയല്ലേ? അതെ. ഞാൻ അനിലിന്റെ ബ്രദറാണ്, അച്യുതൻകുട്ടി. ഇരിക്കൂ. കുട്ടി പോയിരുന്നു പഠിക്കൂ. ആ ഡോറ് ക്ലോസ് ചെയ്തോളൂ. മോളിന്ന് കാലത്ത് അവിടെ വന്നിരുന്നു അല്ലേ? അതെ. അവള് പറഞ്ഞു. ഹരികൃഷ്ണൻ സാർ ശില്പയുടെ അച്ഛനായിരുന്നു എന്ന കാര്യം ടീച്ചർക്ക് അറിയാമായിരുന്നു അല്ലേ? അറിയാമായിരുന്നു. ഒരമ്മയ്ക്ക് അതറിയാതിരിക്കുമോ? ഈ കത്ത് ഞാൻ എഴുതിയതാണ്. ഇത് എന്റേതാണ്. ഇത് അതും എന്റേതാണ്. ഇത് രണ്ടും കൊല നടന്ന മുറിയിൽ നിന്ന് കിട്ടിയതാണ്. ഈ ഊമക്കത്ത് സാറിന്റെ മേശയ്ക്കുള്ളിൽ നിന്നും. അറിയാം. ഭഗിനി സേവാമയി എന്ന് വിളിക്കുന്ന ആ സ്ത്രീക്ക് ഈ കൊലപാതകവുമായി എങ്ങനെയാ ബന്ധം വരുന്നത്? നിങ്ങൾ ഒരാൾക്ക് തനിച്ച് ഇങ്ങനൊരു മേർഡർ ചെയ്യാനൊക്കെയില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ചോദിച്ചാ. പാർവതിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. നിങ്ങൾ വെറുതെ ആ കുട്ടിയെ ഉപദ്രവിക്കുകയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ജയിലിൽ ആ സ്ത്രീ മൗനവ്രതം തുടങ്ങിയിരിക്കുകയാണ്. ആരോടും ഒന്നും മിണ്ടുന്നില്ല. കേട്ടു. കൊല ചെയ്യുന്നതും കൊലയാളിക്ക് കൂട്ടു നിൽക്കുന്നതും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രഹസ്യം മനഃപൂർവ്വം ഒളിപ്പിച്ചു വെക്കുന്നതും എല്ലാം പണിഷബിൾ ആണ്. അറിയാം. ഈ എവിഡൻസ് മുഴുവൻ നിങ്ങളുടേതാണെന്ന് അറിഞ്ഞിട്ടും അവരെന്തുകൊണ്ടത് പുറത്തു പറയാൻ തയ്യാറാകുന്നില്ല? അതവളുടെ മനസ്സിന്റെ വലിപ്പം. നിങ്ങൾ തമ്മിലുള്ള അടുപ്പം എവിടെ തുടങ്ങുന്നു?